السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. പതാക ഉയർത്തൽ കർമ്മം നടന്നു. ശേഷം റാലി ഉണ്ടായി അസറിന് ശേഷം. അതും കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ആണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ജഡ്ജിമാരെ കാത്തിരിക്കുന്ന ഈ സമയം കുറഞ്ഞ കാര്യങ്ങൾ ദീനിയായി ഈമാനിയായി സംസാരിക്കുന്നത് നന്നാകുമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിൻ്റെ യാ അക്രമ ബൈത്ത് ഒന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി സിവാക ഇൻദഹുലൂ ലിൽ ഹാദിസിൽ അമിമി لعل رحمة بحين يقسمها تأتي على حسب العصيان في القسم مولاي. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرمه مولاي. والطف بعبدك فيه دارين إن له صبرا متى تدعوه الأهوال ينهزمه مولاي. وأذن لصحب صلاة منك دائمتي على النبي بمنهل ومنسجم مولاي. والآل وصحب ثم تابعين لهم أهل التقى والنقاء والحلم والكرم مولاي. ما رنحت عذبا تلبان ريح صبا وأطرب العسحا ذي العيس بالنغم مولاي. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي. سعد سعيد زبير طلحة وأبيه عبيدة وابن عوف النعاشر الكرم مولاي.
رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ മദദ്, അവരുടെ ബുർദയിലെ ഏറ്റവും സുപ്രധാനമായ ഈ വരികളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിലേക്ക് വർഷിപ്പിച്ചു തരട്ടെ. ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർകളുടെ ആ മഹനീയ മഖാമിലേക്ക് നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ആത്മീയമായ സഹായം നമ്മൾ വർഷിപ്പിച്ചു തരട്ടെ. അവരുടെ മഖാമിന് ഉള്ളിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് ബുർദയാണ്. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ഈജിപ്തിലുള്ള മഖാമിനകത്ത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് ബുർദയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ എത്തി സിയാറത്ത് ചെയ്യുന്നതോടൊപ്പം ഈ ബൈത്തുകൾ ചൊല്ലി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിനോടുള്ള പ്രണയം കൊണ്ട്, എന്തുകൊണ്ടാ പ്രണയം? ആശിഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പേരിൽ ലോകത്തറിയപ്പെട്ട മഹാഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഉള്ളിൽ തട്ടിയ ഇഷ്ഖിന്റെ പേരിൽ ലോകത്തറിയപ്പെട്ട പ്രസിദ്ധനായ മഹാൻ, ആ മഹാന്റെ ഖബറിടം സിയാറത്തിന് വരുമ്പോ ആ മഖാമിൽ മുഴുവൻ കാണപ്പെടുന്നത് ബുർദയാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞ് ചെല്ലുകയാണ്. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂഹു ലിൽ ഹാദിസിൽ അമിമിഹി. ഇത് ചെല്ലുന്നവരിൽ അറബികളുണ്ട്, ഇത് ചെല്ലുന്നവരിൽ ഇന്ത്യക്കാരുണ്ട്, ഇത് ചെല്ലുന്നവരിൽ ആഫ്രിക്കൻസ് ഉണ്ട്, ഇത് ചെല്ലുന്നവരിൽ യൂറോപ്യന്മാരുണ്ട്. അവരൊക്കെ പൊട്ടിക്കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖിന്റെ പേരിൽ ലോകത്തറിയപ്പെട്ട ഈ മഹാന്റെ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് യാ അക്രമ ചെല്ലുന്നത് കാണുമ്പോ എല്ലാവരും കരഞ്ഞു പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് മുഅ്മിനിന്റെ വികാരമാണ്, വിചാരമാണ്. ബോധാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന്, ആ തിരുഹുജ്റ അവിടെയാണുള്ളതെന്ന് മക്കളെ പഠിപ്പിക്കണമെന്ന് അഇമ്മത്ത് റളിയല്ലാഹു അൻഹു, മഹാരഥന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. ഇത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. കാരണം കുട്ടികൾക്ക് സ്രഷ്ടാവിലേക്കുള്ള പാലമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, ആ ചരിത്രം പഠിക്കലിലൂടെ പ്രണയം, ആ പ്രണയത്തിലൂടെ ഖാലിഖിലേക്ക് സഞ്ചരിക്കൽ, ഇതൊക്കെയാണ് ലക്ഷീകരിക്കപ്പെടുന്നത്. അതാണ് പ്രോപ്പർ ചാനൽ, സ്രഷ്ടാവിലേക്കുള്ള പ്രോപ്പർ ചാനൽ അതാണ്. ആ ചാനൽ നശിപ്പിച്ചുകൊണ്ട്, ആ ചാനൽ സ്വീകരിക്കാതെ ഡൈവേർട്ടായി പോയി കഴിഞ്ഞാൽ, ഡിറൈൽഡായി പോയി കഴിഞ്ഞാൽ,
പാളം തെറ്റിക്കഴിഞ്ഞാൽ മുഅ്മിനിന്റെ ഈമാനിന് അത് ബാധിക്കുമെന്ന്, മുഅ്മിനിന്റെ ഈമാനിന് അത് നശിപ്പിച്ച് കളയുമെന്ന് അഇമ്മത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മക്കൾക്ക് തുടക്കത്തിലെ രക്ഷിതാക്കളുടെ ബാധ്യതയായി അവർ രേഖപ്പെടുത്തി വെച്ചത്. രക്ഷിതാക്കൾ മക്കൾക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം മദ്രസാ ക്ലാസുകളിൽ നിന്ന് തന്നെ പഠിപ്പിക്കപ്പെടുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പ്രസക്തി? പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ ഗൗരവത്തോടെ എല്ലായിടങ്ങളിലും പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ചരിത്ര വിവരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആഴത്തിന്റെ ഗൗരവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പത്തിന്റെ ഗൗരവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രോപ്പർ ചാനലായി, സ്രഷ്ടാവിലേക്കുള്ള പാതയായി, മാർഗമായി, പാലമായി സ്വീകരിക്കുന്നതിന്റെ ആഴം, അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മൾ ധാരാളമായി പഠിക്കാനും മനസ്സിലാക്കാനും, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോ, ചിന്തിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് എന്താ പറയുന്നത്? നിങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അപക്വമായി സംസാരിക്കരുത്, ശബ്ദമുയർത്തരുത്. ആരാണ് ഈ റസൂൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. ശബ്ദമുയർത്തി അദബുകേട് നിങ്ങൾ കാണിച്ചാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അമലിന്റെ അക്കൗണ്ട് കാലിയായി പോകുമെന്ന് ആരാ പറയുന്നത്? സ്രഷ്ടാവായ ഖാലിഖായ റബ്ബാണ് പറയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അദബ് കേട് വന്നാൽ, ശാരിഇനോട് അദബ് കേട് വന്നാൽ, മഹബത്ത് വെക്കേണ്ട റസൂലിനോട് നിങ്ങൾ മഹബത്ത് വെച്ചില്ലെങ്കിൽ, ബഹുമാനം കാണിക്കേണ്ട റസൂലിനോട് നിങ്ങൾ ബഹുമാനം കാണിച്ചില്ലെങ്കിൽ, ആദരവ് പുലർത്തേണ്ട റസൂലിനോട് നിങ്ങൾ ആദരവ് വെച്ച് പുലർത്തിയില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമീപിക്കേണ്ടതിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടപഴകേണ്ടതിന്റെ പ്രോട്ടോകോളും മെത്തേഡുകളും അതിന്റെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളൊരു സാധാരണക്കാരനോട് സംസാരിക്കുന്ന പോലെ, നിങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന പോലെ നിങ്ങൾ റസൂലിനെ കാണരുത്. റസൂലിന്റെ സമീപത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ലാ തർഫഉ അസ്വാതകും, നിങ്ങളെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ നിങ്ങൾ അദബ് കേടി കാണിച്ചാൽ നിങ്ങൾ എത്ര ഹജ്ജ് ചെയ്താലും അത് പൊളിഞ്ഞു പോകും, ഉംറ ചെയ്താലും പൊളിഞ്ഞു പോകും. നിങ്ങൾ എത്ര പരിശുദ്ധ ഖുർആന് പാരായണം ചെയ്താലും അത് പൊളിഞ്ഞു പോകും. നിങ്ങൾ എത്ര ദീനിന് ഖിദ്മത്ത് ചെയ്താലും അള്ളാന്റെ റസൂലിനോട് അദബ് കേട് നിങ്ങളിൽ നിന്ന് വന്നു പോയാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലിന്റെ അക്കൗണ്ട് കാലിയാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഒരു സ്വഹാബി സാബിത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു, അവരെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കാതിന് പ്രശ്നമുള്ള ഒരു സഹാബിയായിരുന്നു. അപ്പൊ ഉറക്കനെ സംസാരിക്കുക, കാതിന് പ്രശ്നമുള്ള ആൾക്കാർ ഉറക്കനെ സംസാരിക്കുമല്ലോ. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉറക്കനെ സംസാരിക്കുക, കാരണം കാതിന് കംപ്ലൈന്റ് ഉണ്ടായതുകൊണ്ട്. അപ്പൊ ആ ഒരു ശൈലി ഉള്ള സഹാബിയാണ്. അവര് ഈ ആയത്തങ്ങട്ട് ഇറങ്ങിയതോടുകൂടി പടച്ചോനെ ഇന്റെ അമലൊക്കെ പൊളിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ വെച്ച് നിങ്ങൾ അപക്വമായി സംസാരിച്ചാൽ, ശബ്ദമുയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയപ്പോ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്.
സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, സാബിത്തെ എന്തു പറ്റി? സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എപ്പോഴും ഉച്ചത്തിലാണ് സംസാരിക്കാറുള്ളത്. എന്നെ കുറിച്ചാണല്ലോ ആയത്തിറങ്ങിയത്, എന്റെ അമലുകൾ പൊളിഞ്ഞു പോയില്ല റബ്ബേ എന്ന് പറഞ്ഞ് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്തിനെ വിളിച്ചു, റളിയല്ലാഹു അൻഹു, സാബിത്തെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സവിധത്തിൽ പോലും ഞാൻ പലപ്പോഴും ഉച്ചത്തിലാണ് സംസാരിക്കാറുള്ളത് റസൂലെ. ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ, ലാ തർഫഉ അസ്വാതകും, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അൻ തഹബത അമാലുകും വഅൻതും ലാ തശുറൂൻ, അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂലിനോട് ആദരവ് കേട് കാണിച്ചാൽ, അദബ് കേട് കാണിച്ചാൽ, ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ റസൂലെ. അത് ആലോചിക്കുമ്പോ എനിക്ക് പേടിയുണ്ട്, എന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമല്ല റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാബിത്തെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, അൻത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ് സാബിത്തെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ മഹബ്ബത്തിന്റെ ഏറ്റവും ഉച്ചിയിലാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. മഹബ്ബത്തിന്റെ ഉച്ചിയിലാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. മനസ്സിൽ മുഴുവൻ പ്രവാചകരോടുള്ള പ്രണയമാണ്, കണ്ണിൽ പ്രവാചകരോടുള്ള പ്രണയമാണ്, നാക്കിലും പ്രവാചകരോടുള്ള പ്രണയമാണ്, കാതിലും പ്രവാചകരോടുള്ള പ്രണയമാണ്, എല്ലാ അവയവങ്ങളിലും ഉള്ളും പുറവും പ്രവാചകരോടുള്ള പ്രണയമാണ്. ആ പ്രണയത്തിൽ കുളിച്ചു നിൽക്കുന്ന സാബിത്ത് കാതിന് പ്രശ്നമുണ്ടായതുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചു എന്നതുകൊണ്ട് അമല് പൊളിഞ്ഞു പോകില്ല. അള്ളാന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കാരണം റസൂൽ സർട്ടിഫൈ ചെയ്യുകയാണ്, സാബിത്തെ അൻത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. കാരണം എന്താ? സാബിത്തിന് പ്രണയമുണ്ട് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്കുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയപ്പോ വിഷമിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങിയത്. പെരീന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല, പുറത്തേക്കേ വരാതായിന്ന. കാരണം ഞാൻ വർത്താനം പറഞ്ഞ പ്രശ്നവും. അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലുള്ള സംസാരമായി പോയാലോ, അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചു പോയാലോ എന്റെ അമല് പൊളിഞ്ഞു പോകുമല്ലോ എന്ന് പേടിച്ച് വീട്ടിൽ വാതിലടച്ചിരുന്നു എന്നായി സ്വഹാബി റളിയല്ലാഹു അൻഹു. മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയതിനു ശേഷം സഹാബികളൊക്കെ പിന്നെ ഫുൾ സൈലന്റ് ആയി മാറി, ഫുൾ സൈലന്റ് ആയി മാറി. ഭയങ്കര ശബ്ദം കൂടുമോ, പ്രശ്നമാകുമോ, അമല് പൊളിഞ്ഞു പോകുമോ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലതും വന്ന് സംസാരിക്കുമ്പോ എന്താണ് സംസാരിക്കുന്നത് എന്ന് പ്രവാചകന് തിരിയില്ല. ആ കോലത്തിൽ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സൂക്ഷ്മത പുലർത്താൻ തുടങ്ങിയപ്പോ, ഇങ്ങനെ അദബിന്റെ 100 മാർക്ക് സ്വഹാബികൾ വാങ്ങിക്കൊണ്ടിരുന്നപ്പോ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും എന്ന ആയത്തിന്റെ തൊട്ടടുത്തുള്ള ആയത്ത്. ഈ ഓതിയ ആയത്ത് ഒച്ച ഉണ്ടാക്കരുത്, അപശബ്ദമുണ്ടാക്കരുത്, അപസ്വരമുണ്ടാക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ളത് ലോകത്തിന്റെ ഗുരുവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിങ്ങൾ ഒച്ച ഉയർത്തരുത് എന്ന ആയത്തിന്റെ തൊട്ടടുത്തുള്ള ആയത്ത്. മേൽപ്പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ സൂക്ഷ്മത പുലർത്തുന്ന സഹാബികളെ പുലർത്തിയ സഹാബികളെ കുറിച്ചാണ്. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ, മെല്ലെ സംസാരിക്കുന്ന ആളുകൾ. സഹാബികൾ അങ്ങനെയാണ് ചെയ്തത്, വളരെ സൂക്ഷ്മത പുലർത്തിയ ആളുകൾ. ആ ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നത്, ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയങ്ങളെ തഖ്വക്ക് വേണ്ടി അല്ലാഹു പാകപ്പെടുത്തിയതാണ്. തഖ്വയുടെ വിഷയം സ്വീകരിക്കാനുള്ള,
തഖ്വയുടെ മുഴുവൻ അകക്കാമ്പുകളും സ്വീകരിക്കാനുള്ള പാകപ്പെടുത്തൽ ഹൃദയത്തിൽ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അദീം. അവർക്കാണ് ഉന്നതമായ സ്ഥാനവും പദവികളും മഗ്ഫിറത്തും. അദബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഇതെല്ലാം അമലുകളുടെ മർമ്മമാണ്. നബിയോട് മഹബ്ബത്തില്ലാതെ അമൽ ചെയ്താൽ അമൽ ഒഴിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദബില്ലാതെ അമൽ ചെയ്തിട്ട് കാര്യമില്ല. ഹജ്ജായാലും ഉംറയായാലും സക്കാത്തായാലും സദഖായാലും സുന്നത്സ്കാരായാലും എന്തായാലും ഒക്കെ പൊളിഞ്ഞു പോകും നബിയോട് അദബില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജഡ്ജിമാർ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഥാവിധം പ്രണയം വെക്കുന്നവരിൽ സാധുക്കളായ നമ്മയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.